السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ജീവിതത്തിൽ നാം എല്ലാവരും ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നവരാണ്. പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള ദിക്റ്, കടം വീടാനുള്ള ദിക്റ്, രോഗം ശിഫയാവാനുള്ള ദിക്റ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നവരാണ് നമ്മിൽ പലരും. പലപ്പോഴും എന്റെ അടുത്ത് വരുന്ന ആളുകളിൽ പലരും എന്നോട് പറയുന്ന വിഷമവും ഇതുതന്നെയാണ്. തങ്ങളെ, ഞാൻ ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ഒരുപാട് ദുആ ചെയ്തു, ഒരു ഫലവും ലഭിക്കുന്നില്ല. ഞാൻ വളരെ പ്രയാസത്തിലാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്, എനിക്കൊരു പരിഹാരം വേണം. നമ്മുടെ ദിക്റുകളും മറ്റും ഫലം ലഭിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം നമുക്ക് അള്ളാഹുവിനോട് ഒരു ബന്ധവും ഇല്ല എന്നതാണ്. അള്ളാഹുവിനോടുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നത് നാം ചൊല്ലുന്ന ദിക്റുകളിലൂടെയാണ്. ദിവസവും നാം ദിക്റുകൾ പതിവാക്കണം. നമ്മൾ ചൊല്ലുന്ന ദിക്റുകളിൽ പലതും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ളതാണ്. നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമല്ല, സദാസമയവും നാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റുകൾ ചൊല്ലണം. എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർത്ത് നാം ദിക്റുകൾ ചൊല്ലുമ്പോൾ, നമ്മൾ വല്ല പ്രയാസങ്ങളിലും കുടുങ്ങി വളരെ വിഷമത്തിൽ അള്ളാഹുവിനോട് തേടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഇജാബത്ത് നൽകും. പരിശുദ്ധമായ ഖുർആനിലെ വചനങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയ 4 വചനങ്ങളുണ്ട്. ഈ 4 ദിക്റുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ വചനങ്ങൾക്ക് ശേഷം അള്ളാഹു മഹത്വം നൽകിയത്. നമ്മുടെ ജീവിതത്തിൽ നാം ചൊല്ലുന്ന ദിക്റുകളാണെങ്കിലും അതിന്റെ മഹത്വം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അതിന് ഒരുപാട് പ്രതിഫലം അള്ളാഹു നൽകും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് പറഞ്ഞു, ആയിഷ, കിടക്കുന്ന സമയത്ത്, ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നീ ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണം കിടക്കാൻ. ഇത് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഈ സമയത്ത് ഞാൻ എങ്ങനെയാണ് ഹജ്ജും ഉംറയും ചെയ്യുക? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് നൽകിയ മറുപടി, ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 4 ദിക്റുകൾ 3 തവണ ചൊല്ലിയതിന്റെ ശേഷം കിടക്കാൻ വേണ്ടിയിട്ട്. ഈ 4 ദിക്റുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വങ്ങൾ നൽകി. നാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഖുർആനിലെ എല്ലാ വചനങ്ങൾക്കും ശേഷം അള്ളാഹു മഹത്വം നൽകിയ 4 കലിമത്തുകളാണ്, 4 വാക്കുകളാണ്, 4 ദിക്റുകളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ഈ 4 ദിക്റുകൾ ഓരോ ദിവസവും നാം 100 തവണ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് മഹത്വങ്ങൾ നൽകും. ഇങ്ങനെ ദിവസവും നാം ഈ ദിക്റുകൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ദുആക്കും നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾക്കും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഫലങ്ങൾ നമുക്ക് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദിക്റുകളും അഅ്മാലുകളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ.